ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെം ക്വീൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ദാറ്റ് ഈസ് ലോഗരിതം. ലോഗിൻ്റെ വാല്യൂസ് എങ്ങനെ എടുക്കും, അതുപോലെ തന്നെ ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കും, അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കത് കൂടുതൽ ആവശ്യം വരുന്നത് കെമിസ്ട്രി ആൾക്കാർക്ക് അത് കൂടുതൽ ആവശ്യം വരുന്നത് തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം ചാപ്റ്റേഴ്സിലാണ്. അവിടെ മറ്റേ ഡെൽറ്റ ജിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ 2 ചാപ്റ്ററിലും വരുന്നുണ്ട്, തെർമോഡൈനാമിക്സിലും ഇക്വിലിബ്രിയത്തിലും. ബിക്കോസ് ഡെൽറ്റ ജി തെർമോഡൈനാമിക് പാരാമീറ്ററും കെ സി ഇക്വിലിബ്രിയം പാരാമീറ്ററാണ്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ റിലേഷനിൽ ലോഗ് വരുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ആൻറ്റി ലോഗ് കൂടുതൽ എടുക്കേണ്ടി വരുന്നത് ആ കേസുകളിലാണ്. അതല്ലാതെ ലോഗ് നമുക്ക് എടുക്കേണ്ടി വരുന്ന കേസുകൾ വേറെയുമുണ്ട്. പി എച്ച് കണ്ടുപിടിക്കാൻ, പി ഒ എച്ച് കണ്ടുപിടിക്കാൻ, അതുപോലെ ബഫറിൻ്റെ കേസുകൾ വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ലോഗ് കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സിലാണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലോഗ് കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. സോ ലോഗ് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. ആൻറ്റി ലോഗ് കൂടുതലായിട്ടും ഈ ഡെൽറ്റ ജിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ വരുമ്പോൾ ആൻറ്റി ലോഗും കണ്ടുപിടിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ലോഗ് വാല്യൂസ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ലോഗ് 1 തുടങ്ങി 10 വരെയുള്ള എല്ലാ വാല്യൂസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ക്ലാസ് ടേബിളിലുള്ളതാണ്. ഓക്കെ, 2 ഡെസിമൽ വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. അതിലപ്പുറത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല. ശരിക്കും 1 ഡെസിമൽ ആയാലും മതി. പക്ഷേ ആ 1 ഡെസിമൽ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ലോഗ് 8.90, ലോഗ് 9.95. അപ്പോൾ നമ്മൾ 1 ഡെസിമൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ പഠിക്കില്ലേ. അതുകൊണ്ടാണ് 2 ഡെസിമൽ വെച്ച് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലോഗ് 1 0 ആണ്, ലോഗ് 10 1 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമേ ലോഗ് വാല്യൂസ് ആയിട്ട് വരുള്ളൂ. ലോഗ് 2.3, ലോഗ് 3.47, 0.60 അങ്ങനെ എല്ലാ ലോഗ് വാല്യൂസും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള ചില എളുപ്പ വഴികളുണ്ട്. അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ലോഗിൻ്റെ കുറച്ച് ഓപ്പറേഷൻസും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലോഗ് 4 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. ലോഗ് 4 ആണ് ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോഗ് 4നെ എനിക്ക് എങ്ങനെ എഴുതാം? ലോഗ് 2² എന്ന് എഴുതാം അല്ലേ. 4 എന്ന് പറഞ്ഞാൽ 2² അല്ലേ. ലോഗിൻ്റെ ഒരു പ്രത്യേകതയാണത്. ലോഗ് a⁻x എന്ന് പറഞ്ഞാൽ x log a ആണ്. ലോഗ് a⁻x x log a. ആ പവറിന് ഇങ്ങോട്ട് വലിച്ച് താഴേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 2 log 2 എന്ന് എഴുതാം അല്ലേ. 2 log 2 എന്ന് പറഞ്ഞാൽ 2 × log 2 എന്നാണ്. ദാറ്റ് ഈസ് 2 × log 2ൻ്റെ വാല്യൂ എന്താ? 0.3. 2 × 0.3 is 0.6. ശരിയാണോ നോക്കിയേ? കണ്ടോ, ലോഗ് 4ൻ്റെ വാല്യൂ 0.6. അപ്പോൾ ലോഗ് 2 അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ലോഗ് 4 കണ്ടുപിടിക്കാം. എളുപ്പമായില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ലോഗ് 2ൽ നിന്ന് നമുക്ക് വേറെ ലോഗും കൂടെ കണ്ടുപിടിക്കാം. ലോഗ് 8 കണ്ടുപിടിച്ചൂടെ? കാരണം 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബ് അല്ലേ. അപ്പോൾ ലോഗ് 2³ എന്ന് എഴുതാം. ലോഗ് 2³ എന്ന് പറഞ്ഞാൽ 3 × log 2. ലോഗ് 2ൻ്റെ വാല്യൂ 0.3 അല്ലേ. സോ 3 × 0.3 ദാറ്റ് ഈസ് 0.9. കണ്ടോ, ലോഗ് 8ൻ്റെ വാല്യൂ 0.9 അല്ലേ. നോക്കിയേ, ലോഗ് 8 കിട്ടിയാണ്ടോ? അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ലോഗ് 8 കാണാൻ വേറൊരു വഴിയുണ്ട്. ലോഗ് 8നെ നമുക്ക് ലോഗ് 2 × 4 എന്ന് എഴുതിക്കൂടെ? 2 × 4 അല്ലേ 8. ലോഗിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവരെ ലോഗിന് പുറത്തെടുത്താൽ അഡീഷൻ ആയിരിക്കും. ഓക്കെ, ലോഗിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ലോഗിൻ്റെ പുറത്തെടുത്താൽ അഡീഷൻ ആയിരിക്കും. ലോഗിൻ്റെ ഉള്ളിൽ ഡിവിഷൻ ആണെങ്കിൽ ലോഗിന് പുറത്തെടുത്താൽ സബ്ട്രാക്ഷൻ ആയിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സബ്ട്രാക്ഷൻ, അതായത് ഡിവിഷൻ്റെ കേസ് നമുക്കധികം ആവശ്യം വരാറില്ല, പക്ഷേ ഇത് ആവശ്യം വരാറുണ്ട്. ലോഗിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ലോഗ് കൊടുക്കുമ്പോൾ ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ ലോഗ് 2 + ലോഗ് 4. ലോഗ് 2 എത്രയാണ്? 0.3 + ലോഗ് 4 നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ 0.6. രണ്ടും കൂടെ കൂട്ടിയാൽ 0.9. കണ്ടോ, എഗെയിൻ ലോഗ് 8ൻ്റെ വാല്യൂ 0.9 കിട്ടിയാണ്ടോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഗ് 6 വേണമെങ്കിൽ ലോഗ് 3 × 2 അങ്ങനെ ലോഗ് 6 കണ്ടുപിടിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ചില ആൾക്കാരുടെ ലോഗ്, അപ്പോൾ 8 അങ്ങനെ കണ്ടുപിടിക്കാം, 9 അങ്ങനെ കണ്ടുപിടിക്കാം. 9 3². അപ്പോൾ ലോഗ് 3 അറിയാമെങ്കിൽ 3യുടെ സ്ക്വയർ അങ്ങനെ 9 കണ്ടുപിടിക്കാം. അപ്പോൾ 8 9 അങ്ങനെ കണ്ടുപിടിക്കാം, 6 അങ്ങനെ കണ്ടുപിടിക്കാം, 4 അങ്ങനെ കണ്ടുപിടിക്കാം. ബാക്കിയുള്ളവരുടെ വാല്യൂസ് മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു എളുപ്പ വഴിയായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കാം. അപ്പോൾ ഇതൊരു കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ ഇതിന് നിങ്ങൾക്ക് 1-2 പോയിന്റ് കൂടെ കിട്ടിയില്ലേ. എക്സ്പോണൻസിൻ്റെ ലോഗ് കണ്ടുപിടിക്കാൻ എക്സ്പോണൻറ്റ് പുറത്തേക്ക് ഇറക്കി എടുത്താൽ മതി. അതുപോലെ ലോഗിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പുറത്ത് അഡീഷൻ ആക്കണം. ലോഗിൻ്റെ ഉള്ളിൽ ഡിവിഷൻ ആണെങ്കിൽ പുറത്തെടുക്കുമ്പോൾ സബ്ട്രാക്ഷൻ ആക്കണം. ഓക്കെ, ആ റൂൾസ് എല്ലാം ലോഗിൻ്റെ കേസിൽ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ലോഗ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 1-2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ലോഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ, ലോഗ് 3 × 10⁵. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ലോഗ് 3 × 10⁵. എങ്ങനെയാണ് എൻ്റെ ലോഗ് കണ്ടുപിടിക്കാം? ഈ ഇൻറ്റൂനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താക്കണം? പ്ലസ് ആക്കണം അല്ലേ. അപ്പോൾ log 3
പ്ലസ് ലോഗ് 10⁵. ഇങ്ങനെ ആക്കി മാറ്റണം അതിനെ. log 3 പ്ലസ് ലോഗ് 10⁵. log 3യുടെ വാല്യൂ നേരെ നമുക്ക് അവിടെ നിന്ന് എഴുതാം 0.47 പ്ലസ് വാട്ട് ഇസ് ലോഗ് 10⁵? എക്സ്പോണൻ്റ് അല്ലേ, 10⁵ എക്സ്പോണൻറ്റിനെ താഴേക്ക് എടുക്കാം. 5 log 10 again 0.47 plus 5 into what is the value of log 10? Log 10 is 1. So 5 into 1, 5. അപ്പോൾ 5.47 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ log 3 into 10⁵ ആൻസർ is 5.47. എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം സ്റ്റെപ്പുകൾ കുറയ്ക്കണം. നമുക്ക് ഈ ലോഗ് കണ്ടുപിടിക്കാൻ മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ, വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ലോഗ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി 1 മിനിറ്റ് കളയാൻ നമുക്കില്ല, 1 സെക്കൻഡേ ഉള്ളൂ നമുക്ക് ഇതിനു വേണ്ടി എടുക്കാൻ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം സ്പീഡാക്കുക. ഇത്രയും സ്റ്റെപ്പൊന്നും വേണ്ട. ലോഗ് 10⁵ എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ 5 ആണെന്ന് മനസ്സിലാക്കിക്കോളാം. 10⁻⁴ ഏതൊരു പവറിൻ്റെയും ലോഗ് എന്ന് പറഞ്ഞാൽ ആ പവർ തന്നെയായിരിക്കും. 10⁻⁴ ഏതൊരു പവറിൻ്റെയും ലോഗ് ആ പവർ തന്നെയായിരിക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അതായത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 10⁻⁻5 ആയിരുന്നു എങ്കിൽ, ഇത് 10⁻⁻5 ആയിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ച് തിരിച്ചാൽ മതി. 0.47 -5 എന്നാവുന്നത്. -5 log 10. log 10ൻ്റെ വാല്യൂ ആണല്ലേ, അപ്പോൾ 0.47 -5 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ്പോണൻ്റ് എന്താണെങ്കിലും 10⁻⁴ എന്ത് എക്സ്പോണൻ്റ് വന്നാലും അതിൻ്റെ ലോഗ് എടുത്താൽ ആ എക്സ്പോണൻ്റ് തന്നെയായിരിക്കും അതിൻ്റെ ലോഗായിട്ട് വരാം. അത് ഓർത്തിരിക്കുക. അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റെപ്പ് കുറയ്ക്കാം. പിന്നെ എല്ലാവരുടെയും ലോഗ് വാല്യൂസ് പഠിച്ചാൽ നമുക്കിത് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം ഇങ്ങനെ ഒരു ലോഗ് കണ്ടുപിടിക്കുന്നതിന്. അടുത്തൊരു എക്സാമ്പിൾ ലോഗ് -log 5.05 into 10⁻⁴. ഓക്കെ, 10⁻⁴ ഇടുന്നോട്ടെ. -log 5.05 into 10⁻⁻4. ഇങ്ങനെയൊക്കെ വന്നാൽ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവരുത്, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ നമ്മൾ പറഞ്ഞത്? ലോഗിൻ്റെ ഉള്ളിൽ ഇൻറ്റു ആണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താക്കണം? പ്ലസ് ആക്കണം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഈ മൈനസ് കളയരുത്, അത് കൂടെ കൊണ്ടുപോകണം. -log 5.05 അല്ലേ, ഒരു ലോഗ് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, പ്ലസ് ഇനി ഈ മൈനസ് വീണ്ടും എടുക്കണം. -log 10⁻⁻4 കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ മൈനസ് ഇല്ലാതെ നമ്മളിങ്ങനെ എഴുതാം, log 5.05 പ്ലസ് log 10⁻⁻4. അത് തന്നെ എപ്പോഴും ചെയ്തിട്ടുള്ളൂ. ആ മൈനസ് ഉള്ള കാരണം മൈനസും കൂടെ എടുത്തു എന്ന് മാത്രം. ഇനി ഇതിങ്ങനെ തന്നെ എഴുതാം, log 5.05 പ്ലസും മൈനസ് എടുത്ത് വരുമ്പോൾ ഇങ്ങനെ മൈനസ് എഴുതാമല്ലോ. log 10⁻⁴. 10⁻⁴ ഏതൊരു പവർ എടുത്താലും അതിൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പോണൻ്റ് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ -4 തന്നെയാണ് അതിൻ്റെ ലോഗ്. ഈ മൈനസും കൂടി ഇനി എന്താവും? പ്ലസ് ആവും. അപ്പോൾ മൈനസ് ഇത് നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. log 5.05 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി log 5 എടുത്താൽ മതി. 0.69 നമുക്ക് 0.7 എടുക്കാം. അപ്പോൾ മൈനസും കൂടെ എഴുതാം. -0.7 log 5ന് പകരം 0.7 -0.7. ഇത് മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. +4. അപ്പോൾ 4 - 0.7 ദാറ്റ് ഇസ് 3.3. വലുത് 4 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ ദാറ്റ് പോസിറ്റീവ് 3.3 ആണ് ഇതിൻ്റെ ആൻസർ. കണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുത്തില്ലേ. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നുമെങ്കിലും ലോഗിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇത്രയും നെഗറ്റീവ് വരുന്നത് പോലും ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ആദ്യം ഈ ഇൻറ്റുവിനെ മാറ്റി 2 പ്ലസ് ആക്കുക. പിന്നെ ഇവിടെ ഉള്ളതെല്ലാം സൈൻ കൺവെൻഷൻസാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാത്സ് പഠിക്കുന്ന. പ്ലസും മൈനസും കൂടെ മൈനസാണ്. ഈ പവർ -4 കൂടെ വരുമ്പോൾ അത് പ്ലസ്സായി മാറും. ദെൻ ലോഗിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. -log എന്ന് പറഞ്ഞാൽ ആ ലോഗിൻ്റെ വാല്യൂ എടുത്തിട്ട് അതിന് മൈനസ് ഇട്ടാൽ മതി, അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മൈനസ് ഇട്ടു, നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ലോഗ് കണ്ടുപിടിക്കാൻ പഠിച്ചോ എല്ലാവരും? ഇത്രയും വാല്യൂസ് പഠിച്ച് ലോഗിൻ്റെ ഉള്ളിലെ ഓപ്പറേഷൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലോഗ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത പ്രശ്നം ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാം. അത് ഏത് ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യം വരികയെന്നറിയോ? നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി, log kc is equal to 3.9. എന്നിട്ട് kc എന്താണെന്ന് ചോദിക്കും. log kc is equal to 3.9 എന്നിട്ട് kc എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3.9ൻ്റെ ആൻറ്റി ലോഗ് എടുക്കണം. ചിലപ്പോൾ നമുക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഈ log kcയുടെ വാല്യൂ കിട്ടുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഇതിലേതെങ്കിലും ഒരു വാല്യൂ കിട്ടുന്നെങ്കിൽ അതിൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് എടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.77 ആണെങ്കിൽ അതിൻ്റെ ആൻറ്റി ലോഗ് എന്തായിരിക്കും? 6 ആയിരിക്കും. കാരണം 6ൻ്റെ ലോഗല്ലേ 0.77. അപ്പോൾ 0.77ൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 6 ആയിരിക്കും. 0.3യുടെ ആൻറ്റി ലോഗാണ് വരുന്നതെങ്കിൽ 2 ആയിരിക്കും. കണ്ടോ, അപ്പോൾ അങ്ങനെ അറിയാവുന്ന വാല്യൂസ് തന്നെയാണെങ്കിൽ നേരെ അങ്ങോട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ വരില്ല, നമുക്ക് അത്ര വലിയ ഭാഗ്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല 1ൽ കൂടിയ നമ്പേഴ്സ് ആയിരിക്കും മിക്കവാറും നമുക്ക് കിട്ടുക. 1ൽ കുറഞ്ഞ നമ്പർ ആണെങ്കിൽ മാത്രമല്ലേ നേരെ ലോഗ് കിട്ടുള്ളൂ. മിക്കവാറും 1ൽ കൂടി അതുപോലത്തെ നമ്പേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻറ്റി ലോഗ് എടുക്കണം.
ഇങ്ങനെ വന്നാൽ. ഓക്കെ, ആൻറ്റി ലോഗ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ലോഗ് സംതിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടിയിട്ട് ആ സംതിങ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലാണ് ആൻറ്റി ലോഗിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻറ്റി ലോഗ് 3.9 കണ്ടുപിടിക്കണം. ഓക്കെ, ലോഗ് കണ്ടുപിടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുന്നത്. ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ ആ നമ്പറിനെ 2 പാർട്ടാക്കുക. ഒരു ഹോൾ നമ്പർ പാർട്ടും ഒരു ഡെസിമൽ പാർട്ടും. ഹോൾ നമ്പർ പാർട്ട് എന്താ ഇതിൻ്റെ 3 പ്ലസ് ഇതിൻ്റെ ഡെസിമൽ പാർട്ട് എന്താ 0.9. ഇങ്ങനെ 2 ആക്കി അതിനെ മാറ്റാം. ഒരു ഹോൾ നമ്പർ പാർട്ടും ഒരു ഡെസിമൽ പാർട്ടും ആക്കി മാറ്റി. ഇനി ഹോൾ നമ്പർ പാർട്ടിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാൻ 10 റേസ് ടു ദാറ്റ് നമ്പർ കൊടുത്താൽ മതി. ഹോൾ നമ്പർ പാർട്ടിൻ്റെ ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കാം? 10 റേസ് ടു ദാറ്റ് നമ്പർ, 10 റേസ് ടു 3. കാരണം 10 റേസ് ടു 3യുടെ ലോഗ് എടുത്താൽ 3 വരില്ലേ? അപ്പോൾ 3യുടെ ആൻറ്റി ലോഗ് എടുക്കാൻ 10 റേസ് ടു 3 എടുത്താൽ പോരെ? അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രിൻസിപ്പിളായിട്ട് നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, ഹോൾ നമ്പറും ഡെസിമലും ആക്കി മാറ്റാം. ഹോൾ നമ്പർ പാർട്ടിൻ്റെ ആൻറ്റി ലോഗ് കാണാൻ 10 റേസ് ടു ദാറ്റ് നമ്പർ. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുത്തോളാം, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, 10 റേസ് ടു ദാറ്റ് നമ്പർ. ഇനി ഇതിപ്പോൾ ആൻറ്റി ലോഗിൻ്റെ ഉള്ളിലാണല്ലേ, ആൻറ്റി ലോഗിൻ്റെ ഉള്ളിലാണ് പ്ലസ്. ആൻറ്റി ലോഗിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലസിനെ പുറത്തെടുക്കുമ്പോൾ അത് ഇൻറ്റു ആക്കണം. പ്ലസ് കൺവേർട്ട് ടു ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് കറസ്പോണ്ട്സ് ടു ഡിവിഷൻ. അങ്ങനെയാണ് ലോഗിൻ്റെ കേസിൽ. അപ്പോൾ ഇത് പ്ലസ് ആണ്, നമ്മളത് ആൻറ്റി ലോഗിലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു ആക്കണം. അപ്പോൾ 10 റേസ് ടു 3 ഇൻറ്റു 0.9ൻ്റെ ആൻറ്റി ലോഗ്. ഈ ഡെസിമൽ പാർട്ടിൻ്റെ ആൻറ്റി ലോഗ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം എല്ലാ ഡെസിമലും ഏകദേശം റൗണ്ട് ചെയ്താൽ കിട്ടുള്ളൂ, കറക്റ്റ് ഒന്നും കിട്ടില്ല. എന്നാലും ഏത് ഡെസിമൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിന് റൗണ്ട് ചെയ്ത ലോഗ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. 0.9 കറക്റ്റായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 0.9ൻ്റെ കറക്റ്റ് ലോഗ് 8 ആണ്. അപ്പോൾ 8. സോ ഇതിൻ്റെ ആൻസർ ഇസ് 8 ഇൻറ്റു 10 റേസ് ടു 3. അപ്പോൾ 3.9ൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 10 റേസ് ടു 3 ആണ്. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വേറെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ആൻറ്റി ലോഗ് ഓഫ് 4.4 നോക്കിയാലോ. 4.4ൻ്റെ ആൻറ്റി ലോഗ്. ഇതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 എന്നും 0.4 എന്നും. ഹോൾ നമ്പർ പാർട്ടിൻ്റെ ആൻറ്റി ലോഗ് കാണാൻ 10 റേസ് ടു ദാറ്റ് നമ്പർ, 10 റേസ് ടു 4. പ്ലസ് എന്താക്കണം? ഇൻറ്റു ആക്കണം. 0.4ൻ്റെ ആൻറ്റി ലോഗ് കറക്റ്റ് 0.4ൻ്റെ ആൻറ്റി ലോഗ് ഇല്ല. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് 0.47 വേണമെങ്കിൽ 0.4 ആക്കാം, അല്ലെങ്കിൽ 0.3നെ പറ്റില്ല. 0.47 ആണ് 0.4ൻ്റെ അടുത്തുള്ളത്. ശരിക്കും റൗണ്ട് ചെയ്താൽ 0.5ലേക്ക് ആക്കാം, കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അടുത്തുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ 0.47ൻ്റെ 3 ആണ്. അപ്പോൾ 3. സോ ആൻസർ ഇസ് 3 ഇൻറ്റു 10 റേസ് ടു 4. അതാണ് ഇതിൻ്റെ ആൻസർ. എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ കുറേ എടുത്ത് നിങ്ങൾക്ക് തോന്നിയ ഏതെങ്കിലും നമ്പേഴ്സൊക്കെ എടുത്ത് ഇതുപോലെ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഒരു ഡെസിമൽ അല്ല, ഇവിടെ 2-3-4 ഡെസിമൽ വരുമെങ്കിൽ നിങ്ങളത് റൗണ്ട് ചെയ്തിട്ട് എടുത്താൽ മതി. റൗണ്ട് ചെയ്ത് ഒരു ഡെസിമൽ ആക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, നിയറസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു വേഗം ഐഡിയ വെച്ച് അതിനെ റൗണ്ട് ചെയ്തിട്ട് നിയറസ്റ്റ് ലോഗ് അല്ലെങ്കിൽ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാം. എളുപ്പമായോ? ഇപ്പോൾ ആൻറ്റി ലോഗിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളെ നമുക്ക് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാനും ലോഗ് കണ്ടുപിടിക്കാനും ആവശ്യം വരാറുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിച്ചിരിക്കുക. ഇതറിയില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പഠിച്ചിരിക്കുക. പിന്നെ ലോഗിൻ്റെ കൺസെപ്റ്റുകൾ, എക്സ്പോണൻറ്റിൻ്റെ ലോഗ് എടുത്താൽ എന്ത് വരും, ലോഗിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് വരും, അങ്ങനെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. അത്രയും അറിഞ്ഞാൽ ലോഗ് ആൻറ്റി ലോഗ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക കുട്ടികളും തെർമോഡൈനാമിക്സിലെ ഇക്വിലിബ്രിയത്തിലെയും ക്വസ്റ്റ്യൻ കഷ്ടപ്പെട്ട്, എന്നുവെച്ചാൽ കാൽക്കുലേഷനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത് അവസാനം എത്തിക്കഴിയുമ്പോഴാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കേണ്ടത് തന്നെ. ചില സമയത്ത് ഇക്വേഷൻ അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും എല്ലാം അറിയാം, പക്ഷേ ലോഗ് കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാരണം കൊണ്ട് ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമുക്ക് മിസ്സായി പോകും, അല്ലെങ്കിൽ അത്രയും സമയം വെറുതെ പോകും. അങ്ങനെയൊക്കെയുള്ള കൺസേൺസ് പിള്ളേർ പറയുന്ന കാരണമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.